വണ്ടി ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യും. നീ ആരാടാ? ഇവിടത്തെ സൂപ്രണ്ടോ അതോ എം ഡിയോ? സൂപ്രണ്ട് അവിടുന്നാണ് ഞാൻ. പിന്നെ നീ എം ഡിയോ? വരവും മറ്റും കണ്ടാൽ ഇവിടത്തെ ജനറൽ മാനേജറാണെന്നേ തോന്നുന്നു. കുറച്ചു ദിവസമായി ഞാൻ നോട്ട് ചെയ്യുന്നു. എടാ, അവനവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം വേഷം ധരിക്കാൻ. എന്നെ പോലെ. എന്റെ പൊന്ന് സാറേ, ഇവിടുത്തെ എം ഡി ആണ് ഞാനെന്ന് പറഞ്ഞാണ് ഒരു വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ കഴിയാതെ വന്നാൽ ആത്മഹത്യ എന്നിവരുടെ ലിസ്റ്റിൽ ഈ രൂപേഷ് കുമാറിന്റെ പേരും പെടും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് പാന്റും ഷർട്ടും ടൈയും ധരിച്ചു വരാൻ സാറിനെ അനുവദിക്കണം. ഒരു 50 രൂപ സാറേ. ടാക്സിക്കാരന് കൊടുക്കാനാ. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. കൊണ്ടുപോയി തോല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. വായന. ഓ പഞ്ച. ബാബു സാർ എന്താ വായിക്കുന്നേ? പ്രേംചന്ദിന്റെ ഗോദാനം. പ്രേംചന്ദിന്റെ ഗോദാനം. പുതിയ മാനേജർ വരുന്ന ദിവസമാ. ഇനി വായനയൊക്കെ ലഞ്ച് ടൈമിലൊക്കെ. എല്ലാവർക്കും എന്നോട് ഭയങ്കര ബഹുമാനമാ. നേരി എന്താ ഈ വേഷത്തിൽ? പുതിയ മാനേജർ വരുന്നോണ്ടാ? ഒന്നുമില്ല, നന്നായിട്ടുണ്ട് രൂപു. വെരി സ്മാർട്ട്. എന്നെ പോലെ ഈ വേഷത്തിൽ മേരിയെ കണ്ടാൽ സത്യത്തിൽ എനിക്ക് ചോദിച്ച പെണ്ണാണെന്നേ തോന്നുന്നു. ആണോ? എന്നാ രൂപ ഒരു കാര്യം ചെയ്യ്, പ്ലീസ് പോയി ഒരു ചായ വാങ്ങിച്ചോണ്ടോ. രാവിലെ കിട്ടിയില്ലേ? പോ. ഒരു ക്ലാസ് ഫോർ ഓഫീസറോട് പെരുമാറാത്ത തെണ്ടി. യമുന എന്താ ആലോചിക്കുന്നത്? ചായ കുടിക്കുക. അതൊക്കെ പോട്ടേന്ന്. നിന്റെ കൂട്ടുകാരുടെ വിവാഹം എങ്ങനെയുണ്ടായിരുന്നു? തിരുവനന്തപുരത്ത് വരെ വിശേഷങ്ങൾ? ആ നശിച്ച ബസ്സിൽ കേറേണ്ടിയിരുന്നില്ല. അയാൾ അതിലുള്ള കാര്യം നിനക്കറിയില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ അയാളെ ഒന്ന് കണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അതോ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും തികട്ടി വരികയാണോ? ഓർമ്മകളോ? ഓർക്കാൻ മാത്രം ഒന്നും തന്നെ ബാക്കിയില്ല. പിന്നെന്താ ഈ മൂഡ് ഔട്ടിന് കാരണം? ക്യാഷ് റെമുനയും അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് വത്സലയും 10 മണി കഴിഞ്ഞിട്ടും സീറ്റിൽ കാണാത്തതുണ്ട്. ഇന്ന് പുതിയ മാനേജർ വരുന്ന ദിവസമാണ്. ഇന്നൊരു ദിവസത്തേക്കെങ്കിലും മര്യാദയ്ക്ക് സീറ്റിൽ നിന്ന് ജോലി ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞതല്ല, സൂപ്രണ്ട് സാറ് പറഞ്ഞാണ്. ഓ, മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ. പിന്നെ ഇല്ലെങ്കിൽ അയാളല്ലേ ഞങ്ങളുടെ ജോലി ചെയ്യുന്നത്? അതെ, അതെനിക്കറിയില്ലേ. ഞാൻ ആ ചുള്ളിക്കമ്പ് സൂപ്പറിനോട് പറഞ്ഞു, യമുന സിസ്റ്ററും വത്സല സിസ്റ്ററും നമ്മുടെ ഓഫീസിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന 2 സഹോദരി. ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കാണും. അതാ പോയത്. പുറകെ ഞാനും പോവാം പശ പോലെ. വരണം സാർ. ഇത് മിസ്റ്റർ ബാബു. ഒരു പുസ്തകം. ഹലോ. ഇത് തോമസ്. കൃത്യനിഷ്ഠയുടെ പര്യായം. ഇത് കൃഷ്ണൻകുട്ടി. കൊള്ളാം. ഹാൻഡ്സം, സ്മാർട്ട്. ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. മിസ്റ്റർ അല്ല മിസ് സൂസി. നമസ്കാരം സർ. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് MA എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ രൂപേഷ് കുമാർ. ഇത് ഭയങ്കര വൃത്തിയാടാ നീ കാണിച്ചത്. പുതിയ മാനേജർ വരുമ്പോ ഇതുപോലെ തന്നെ പെരുമാറണം. ചേച്ചി അത് ഒന്നും പറയണ്ട. ബസ്സിൽ വെച്ച് അയാളെ കണ്ടതിന്റെ മൂഡ് ഔട്ട് ഇതുവരെ നിനക്ക് മാറിയില്ല അല്ലേ? മാറി തുടങ്ങായിരുന്നു, പക്ഷേ അയാൾ ഇവിടെയും. ഓ, മനസ്സിലായി. ഞാൻ കണക്കൂട്ടിയത് തെറ്റിയില്ല. നിന്റെ മുഖഭാവം കണ്ടപ്പോഴേ അയാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ആലോചന? ലോങ് ലീവോ അതോ റെസിഗ്നേഷനോ? രണ്ടായാലും ഒളിച്ചോട്ടം തന്നെ അല്ലേ?
നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാളുമായിട്ടുള്ള ബന്ധവും ഓർമ്മകളും ഒക്കെ പൂർണ്ണമായി മറന്നു കഴിഞ്ഞുവെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മൂഡൌട്ടിന്റെ ആവശ്യമില്ല. മാനേജറും കാഷ്യറായിട്ട് തന്നെ കഴിയാം. മറിച്ച് നിനക്കെന്തെങ്കിലും മനംമാറ്റം സംഭവിക്കുമെന്നുള്ള ഭയം. മനംമാറ്റോ? നെവർ. അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. പിന്നെന്തിനാ അയാളെ കണ്ടപ്പോ ഇവിടെ വന്ന് വിളിച്ചത്? ആരെ വിളിച്ചത്? ഞാൻ എന്തിനാ വിളിക്കുന്നേ? എനിക്കെന്താ? ആരും വന്നാ എനിക്കെന്താ? അയാളിവിടുത്തെ മാനേജർ, ഞാൻ ഇവിടുത്തെ കാഷ്യറും, അത്രേ ഉള്ളൂ. ഒളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്തിനാ ഒളിക്കുന്നത്? ഒളിക്കുന്ന പോലും ഒളിക്കുന്നു. एक दो तीन चार पाँच छह सात आठ खसता है आता. വിളിക്കുന്നു പിയൂൺ വന്ന് പറഞ്ഞു. കമ്പനിയിൽ ക്യാഷ് ബാലൻസ് എത്രയുണ്ട്? മുമ്പിലിരിക്കുന്ന ഫയലിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കമ്പനിക്ക് കിട്ടാനുള്ള പേയ്മെന്റ്സ് അധികം ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇല്ല. കമ്പനി കൊടുക്കാനുള്ള പേയ്മെന്റ്സും അധികം ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇല്ല. അതുപോലെ എന്നോടുള്ള ദേഷ്യവും ഇതുവരെ കുറഞ്ഞിട്ടില്ലാന്ന് വിശ്വസിക്കുന്നു. എക്സ്ക്യൂസ് മീ സർ, ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. ഇവിടെ നിങ്ങൾ മാനേജറും ഞാൻ കാഷ്യറുമാണ്. ആ ബന്ധത്തിൽ മാത്രം നിന്നാൽ കൊള്ളാം. അല്ലാതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ടായാൽ മറുപടി അതുപോലെ തന്നെ ആയിരിക്കും. വീട്ടുകാര്യങ്ങളൊക്കെ പിന്നെ പറയാൻ ചേട്ടന്മാരെ, വേഗം ജോലി ചെയ്ത് തീർക്ക്. എന്നെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ബസ്സില്, ഓഫീസില്, ഇപ്പെന്താ ഇവിടെ? ലോഡെല്ലാം ഇറക്കി വെച്ച് ലോറി പോയി. ഇത് ഹൗസ് നമ്പർ 13 ബാർ 256. നമ്മുടെ ഓഫീസിലെ യമുന താമസിക്കുന്ന വീട്. ക്യാഷ് യമുന സാറ് ഓഫീസിൽ വന്നപ്പോ വയറുവേദനയായിട്ട് ബാത്റൂമിൽ പോയി. ഇതാണ് പുറത്തെ ബാത്റൂം. അകത്തുകൊണ്ടൊരു ബാത്റൂം. വലിയ കഷ്ടമാണ് സാറേ സ്ത്രീയുടെ കാര്യം. ഏതോ ഒരു ഫ്രാഡ് അവളെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. ഒരു കുഞ്ഞായപ്പോ അവളുടെ പണവും സ്വർണവും തട്ടിയെടുത്ത് രായ്ക്ക് രാമാനെ സ്ഥലം വിട്ടു. അവനെ വേറെ ഏതോ സെറ്റപ്പ് ഉണ്ടെന്നാണ് ഇവിടെ കേൾവി. ഇപ്പൊ ആ സെറ്റപ്പും തഴഞ്ഞത്ര. സ്ത്രീകളുടെ കണ്ണീരിന് വിലയേൽപ്പിക്കാത്ത ദ്രോഹി ആഭാസൻ. ഇതൊക്കെ അവരെന്ന് പറഞ്ഞാണോ? പറയണോ സാർ? ആ സ്ത്രീയുടെ മുഖം കണ്ടാൽ അറിയില്ലേ? മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നാണ് പനങ്ങോട് മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സാറിന്റെ ഫാമിലിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ? അയ്യോ, പിന്നെ എങ്ങനെ സാർ ഭക്ഷണത്തിന്റെ കാര്യങ്ങള്? സാറ് സ്വന്തമായിട്ടാണോ അതോ ഹോട്ടലിലാണോ? സ്വന്തമായിട്ടാണെങ്കിൽ നല്ലൊരു കുക്കിനെ തപ്പിത്തരാം, എക്സ് മിലിറ്ററി സുബേദാർ. അല്ല ഹോട്ടലിലാണെങ്കിൽ ഹോട്ടൽ തിങ് തിങ് ഗംഗ, നല്ല ഫുഡാണ്. പിന്നെ വാട്ടർ മറീസ് തണ്ണി. രാത്രി 10 മണിക്കേ കട അടയ്ക്കൂ. ഇനി അഥവാ അടച്ചാൽ കിളിവാതിലൂടെ സാധനം കിട്ടും, ഒറിജിനൽ. തൽക്കാലം ഒന്നും വേണ്ട. എന്നാ പോട്ടെ സാർ. അയ്യോ സാർ, കൂലി കൊടുത്തതിന്റെ ബാക്കി. പിന്നെ വളരെ ദൂരെയാണ് സാർ എന്റെ വീട്. 2 ബസ് കയറണം. അതിന്റെ ഇടയിൽ ഒരു കടത്താറ് ചിലപ്പോ വന്നാലായി ഇല്ലെങ്കിലായി. വലിയ പ്രയാസമുണ്ട് സാർ ഇവിടുന്ന്. അയ്യോ വേണ്ട സാർ, വേണ്ട. എന്നാ പോട്ടെ സാർ. അപ്പൊ രാവിലെ 6 മണിക്ക് ബ്രാൻഡി ആയിട്ട് വരും. അല്ല 6 മണിക്ക് ചായ ആയിട്ട് ഞാൻ വരാം. മോഹൻ സാർ, മോഹൻ സാർ.
മോഹൻ സാർ, അയ്യോ ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? ആ. ശരി. ശരി. ശരി, രണ്ടെണ്ണം വെച്ചേക്കാം. ചൂട്, അയ്യോ പൊള്ളി പൊള്ളി. നിന്റെ അമ്മ അമ്മ എവിടെ? ഓടാന്നോ? അടിക്കും ഞാൻ. മോൻ കൊച്ചു കുഞ്ഞല്ലേ, ഇത്രയും വലിയവരെ നോക്കി അടിക്കുന്നൊക്കെ പറയാമോ? മോൻ വലിയ കുഞ്ഞല്ലേ, എന്റെ അമ്മയെ ചോദിക്കാവോ? ഓ ആണോ? മോന്റെ പേരെന്താ? മനു. സ്നേഹമുള്ളവര് മനുക്കുട്ടാന്ന് വിളിക്കും. അപ്പൊ ഞാൻ എന്താ വിളിക്കേണ്ടത്? മനു എന്ന് വിളിച്ചാ മതി. എടാ ഭയങ്കര, നിനക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം. എന്നാ പറ, ഞാൻ ആരാ? പറയൂല. പ്ലീസ് പറഞ്ഞാലേ ചോക്ലേറ്റ് വാങ്ങിത്തരാം. ചെകുത്താൻ. ചെകുത്താനോ? ഒറ്റ വീക്ക്. കരയരുത് കരയരുത്. ഏയ് എന്താ അവിടെ? എന്ത് പറ്റി മോനെ? എന്തിനാ കരയുന്നേ? അടിക്കുമെന്ന് പറഞ്ഞോ? എന്തിനാ അങ്ങോട്ട് നോക്കിയത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് നോക്കരുതെന്ന്? എന്നിട്ട് മോൻ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞില്ലേ അയാള് ചെകുത്താനാന്ന്, ഞാനങ്ങനെ വിളിച്ച് അടിക്കുമെന്ന് പറഞ്ഞു. സാരമില്ല, മോൻ കരയാതെ. അയാള് മോനെ തല്ലിയ അമ്മ അയാളെ പോലീസ് പിടിച്ചു കൊടുക്കും. സത്യം.